നമ്മൾ ഇന്ന് ഈശോ മിശിഹായാണ് എന്ന പ്രമേയം തന്നെയാണ് ഇന്ന് നമ്മൾ വീണ്ടും കാണാൻ ശ്രമിക്കുന്നത്. പുസ്തകത്തിൽ യേശുവിൽ ദൈവരാജ്യം സമാഗതമായി എന്നുള്ള ഭാഗം 156 പേജ് മുതലുള്ള ഭാഗമാണ്. മിക്കവാറും നമ്മൾ ആ പുസ്തകത്തിലുള്ളത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അത് ഒരു പാക്റ്റാണ്. ഈ രഹസ്യത്തെ പറ്റിയുള്ള ഒരു ചിന്തനമാണത്. അപ്പൊ അതിനെ ആധാരമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ മിശിഹായെ പറ്റിയുള്ള പഴയ നിയമ കാഴ്ചപ്പാട് നമുക്ക് ആദ്യം ഒന്ന് പറയാം. എന്തായിരുന്നു മിശിഹായുള്ള പഴയ നിയമ കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ രക്ഷകനും വിമോചകനും ആയി ഒരാൾ വരും. ഇതായിരുന്നു മിശിഹായെ പറ്റിയുള്ള അവരുടെ മുഖ്യമായ കാഴ്ചപ്പാട്. അതിനോടനുബന്ധമായിട്ട് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, മിശിഹ വരുമ്പോൾ ദൈവരാജ്യം സമാഗതമാകും. അപ്പൊ ദൈവരാജ്യത്തിന്റെ ആഗമനം മിശിഹായിലാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ പഴയ നിയമ ജനതയ്ക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈശോ മിശിഹായുടെ ആദ്യത്തെ പ്രസംഗം, അത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്. മാർക്കോസ് 1:14-15 നമുക്ക് വായിക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പൊ ഈശോ ഇത് പറയുന്നത്, ഈശോയുടെ ആദ്യത്തെ ഓഡിയൻസ് തീർച്ചയായും അതിൽ മുഖ്യമായും യഹൂദന്മാർ തന്നെയായിരുന്നു. അപ്പൊ മിശിഹ വരുമ്പോൾ ദൈവരാജ്യം ആഗതമാകുമെന്ന് ഉള്ള വ്യക്തമായ കാഴ്ചപ്പാട്, ബോധ്യം ഉണ്ടായിരുന്ന അവരെ സംബന്ധിച്ച് ഈ പ്രസംഗം കേട്ടപ്പോൾ എന്തായിരിക്കും ഒരു മനസ്സിലാക്കുന്നത്? ഈ നിൽക്കുന്ന ആള് തന്നെയാണ് മിശിഹ. കാരണം അവിടത്തേക്ക് മുമ്പ് അവരൊരുപാട് ഫരീസയ പ്രമുഖന്മാരുടെ നിയമജ്ഞരുടെ എല്ലാം പ്രസംഗം കേട്ടിട്ടുണ്ട് സിനഗോഗുകളിൽ. ഒരിക്കലും അവർ കേട്ടിട്ടില്ല ഇങ്ങനൊരു കാര്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഈശോയുടെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അവിടുന്ന് ഗലീലയിലേക്ക് വന്നു. എന്നിട്ട് എന്താ പറയുന്നത്? എന്താണ് ദൈവത്തിന്റെ സുവിശേഷം? ഈശോ പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷം എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോ അതിലൂടെ എന്താ പറയാൻ ശ്രമിക്കുന്നത്? പഴയ നിയമ ജനത, ഇസ്രായേൽ ജനത, അവർ സ്വീകരിച്ചിരുന്ന രക്ഷാവാഗ്ദാനങ്ങൾ, അതായത് മിശിഹ വരുമ്പോൾ ദൈവം മനുഷ്യകുലത്തെ രക്ഷിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നിൽ പൂർത്തിയായെന്ന് തുടക്കത്തിൽ തന്നെ ഈശോ സ്പഷ്ടമായിട്ട് വിളിച്ചു പറയുകയാണ് ഒറ്റ കൊച്ചു വാചകത്തിലൂടെ. യേശുവിലൂടെ ദൈവരാജ്യം മനുഷ്യകുലം മുഴുവനിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. ചരിത്രത്തിലേക്ക് ദൈവരാജ്യം ആഗതമായിരിക്കുന്നു എന്ന് ഈശോ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ മിശിഹ ദൗത്യം, ഈശോ മിശിഹായാണ്, അല്ലെങ്കിൽ ഈശോ ക്രിസ്തുവാണ്, മിശിഹായാണ് എന്ന് അവിടുന്ന് അവകാശപ്പെടുകയും അത് അവിടുത്തെ സുവിശേഷ പ്രഘോഷത്തിന്റെ മുഴുവന്റെയും കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഈശോയുടെ മിശിഹാ ദൗത്യം നമുക്ക് മനസ്സിലാക്കാൻ ഒരു എളുപ്പം കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ രക്ഷാകര രാജ്യത്വം എന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്ന ഒരു ജ്ഞാനം ദൈവത്തിന്റെ രാജത്വത്തെ പറ്റിയാണ്. എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവം ഭരണകർത്താവാണ്, രാജാവാണ് മനുഷ്യകുലത്തിന്റെ എന്നൊരു അറിവ്, ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് മോശയുടെ കീർത്തനമാണ്. 400-ലധികം വർഷങ്ങൾ ഈജിപ്തിൽ ഫറവോയുടെ അടിമകളായി ജീവിച്ച ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി ചെങ്കടൽ കടത്തി കാനാൻ ദേശത്തിന്റെ കരക്കെത്തിച്ചപ്പോൾ മോശ പാടുന്ന പാട്ട്, അല്ലെ മോശ ഇസ്രായേലിനെ ഒരുമിച്ച് പാടുന്ന പാട്ടാണ്. അത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 1 ആരംഭിച്ച് 18-ലാണ് തീരുന്നത്. അത് ഉടനീളം നമ്മൾ ശ്രദ്ധയോടെ പിന്നെ വായിച്ചു നോക്കണം. അപ്പോൾ കാണുന്ന ഒരു ആശയം ഇതാണ്: ഈ ദൈവമാണ് തൻ്റെ രാജകീയ അധികാരത്താലാണ് തങ്ങളെ വേറൊരു രാജാവിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചത്. ഫറവോ എന്ന രാജാവിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഫറവോയേക്കാൾ ശക്തനായ മറ്റൊരു രാജാവിനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ 400 കൊല്ലം ഫറവോയുടെ അടിമകളായിരുന്നവരെ ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു രാത്രി കൊണ്ട് മോചിപ്പിച്ച് ചെങ്കടൽ കടത്തി ഇക്കരെ കൊണ്ടുവന്നപ്പോൾ മോശ പാടുന്ന ആ കീർത്തനത്തിന്റെ അവസാനം, ആ കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: 18-ാം വാക്യത്തിൽ, കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. 29-ാം സങ്കീർത്തനത്തിൽ ഇതേ ആശയം കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 10-ാം വാക്യം. 10-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. ഏശയ്യാ പ്രവാചകനാകാൻ ദൈവം വിളിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് രക്ഷയുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ രാജ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഓർമ്മിക്കാൻ സാധിക്കുമല്ലോ. ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ പറയാണ്, കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ, ഒരു രാജാവിനെ പറ്റിയുള്ള ചിത്രീകരണം, ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അത്യുത്കൃഷ്ട പരിശുദ്ധിയും കാരുണ്യപൂർവമായ നന്മകളും കൊണ്ട് നിറഞ്ഞ ഒരു 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 രാജാവായിട്ടാണ് ഏശയ്യായ്ക്ക് ദർശനമാണത്. ഏശയ്യ കാണുകയാണ്, ദേവീ ദർശനത്തിൽ കാണുകയാണ് കണ്ടത്. അപ്പം ഏശയ്യായ്ക്ക് മനസ്സിലായി, ജനത്തിന് വിശുദ്ധീകരണവും പാപക്ഷമയും നൽകുന്ന രാജാവാണ് തന്നെ പ്രവാചകനായി വിളിച്ചിരിക്കുന്നത്. കർത്താവ് രാജ്യം ഭരിക്കുന്നു എന്നത് സങ്കീർത്തനങ്ങൾ ഉടനീളം നമുക്ക് കാണാം. ഇസ്രായേൽ ജനത്തിന്റെ ഒരു തിരിച്ചറിവാണ്. രാജാവല്ല ഭരിക്കുന്നത്, കർത്താവാണ് ഭരിക്കുന്നത്. ചില സങ്കീർത്തനം നമുക്ക് സാമ്പിളായിട്ട് എടുക്കാം. സങ്കീർത്തനം 5:2 പറയുകയാണ്, എന്റെ രാജാവേ, എന്റെ ദൈവമേ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. സങ്കീർത്തനം 9:5 നമ്മൾ വായിക്കുകയാണ്, അവിടുന്ന് കർത്താവ് ജനതകളെ ശകാരിച്ചു, അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു, അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. സങ്കീർത്തനം 93:1 നമ്മൾ വായിക്കുകയാണ്, കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു, അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങ് അനാദിയിലെ ഉള്ളവനാണ്. 97-ാം സങ്കീർത്തനത്തിൽ ഈ ആശയം, ദൈവം രാജാവായി ഭരിക്കുന്നു എന്ന ആശയം വളരെ വിശദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 97-ാം സങ്കീർത്തനം ചില 1-2 വാക്യങ്ങൾ വായിച്ചാൽ മതി. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ. 5-ാം വാക്യം, കർത്താവിന്റെ, അത് മുഴുവനും ഇതോടെ ബന്ധപ്പെട്ടത് ഞാൻ 1 വായിക്കുന്നേ ഉള്ളൂ. കർത്താവിന്റെ മുൻപിൽ ഭൂമി മുഴുവന്റെ അധിപനായ കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. 146-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവ് എന്നേക്കും വാഴുന്നു, സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. മിശിഹായെ പറ്റിയുള്ള
മിശിഹ ആ, ആ, രാജാവാണ് എന്നുള്ള ആശയം നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുകൊണ്ട് ബന്ധമുണ്ട് ഇവിടെ. ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ രാജ്യം യേശുവിലാണ് സമാഗതമായത് എന്നുള്ള ആ, ചിന്തയിലാണ് നമ്മളിതെല്ലാം ഇത് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് മിശിഹ ദൈവരാജ്യത്തിന്റെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയമാണ് പുതിയ ഉടമ്പടി. പ്രവാചകന്മാർ അതേപ്പറ്റി പഠിപ്പിച്ചിരുന്നു, പഴയ നിയമത്തിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. അതായത് ഇസ്രായേലിന്റെ അവിശ്വസ്തത പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ അത്യധികമായി സ്നേഹിച്ചു, സ്വന്തം ജനമെന്ന് വിളിച്ചു, അവരെ കൂടെ നടന്നു. പക്ഷേ അവരെ കൂടെ 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 തക്കം കിട്ടുമ്പോഴെല്ലാം ദൈവത്തെ വഞ്ചിച്ചു, വിഗ്രഹാരാധനയിലേക്ക് മാറി, ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തിന് അവിശ്വസ്ത കാണിച്ചു. ഇത് കണ്ട് ദൈവം മടുക്കുകയല്ല ചെയ്തത്. പകരം ദൈവം ഒരു പുതിയ ഉടമ്പടിയെ പറ്റി പ്രതീക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ, അത് നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു ഭാഗമാണ്. ജെറമ്യാ 31 മുതൽ വാക്യങ്ങളിലാണ് ദൈവമായ കർത്താവ് ഈ പുതിയ ഉടമ്പടിയെ പറ്റി സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. അത് തീർച്ചയായിട്ടും ഈശോയിൽ പൂർത്തിയാകുന്ന പുതിയ ഉടമ്പടിയാണ്. ഈശോ അന്ത്യത്താഴത്തിൽ അപ്പം ആശീർവദിച്ച് ശിഷ്യർക്ക് കൊടുത്തതിന് ശേഷം വീഞ്ഞ് പാത്രം എടുത്ത് ആശീർവദിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ്, ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. അപ്പൊ ഈശോയാണ് മിശിഹ എന്ന് വ്യക്തമാക്കുന്ന ഒരു ആശയമാണിത്. പുതിയ ഉടമ്പടി ദൈവം വാഗ്ദാനം ചെയ്തു, അത് ഈശോയിൽ അത് പൂർത്തിയായി. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിലും ഈ പുതിയ ഉടമ്പടിയെ പറ്റി പറയുന്നുണ്ട്. എസെക്കിയേൽ 34:11 മുതലുള്ള വാക്യങ്ങളാണ്. 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 11 മുതൽ 16 വരെ. എസെക്കിയേൽ 34 വാക്യം 11 മുതൽ 16. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. അപ്പൊ പുതിയ ഉടമ്പടിയിൽ ദൈവം മുൻകൈ എടുക്കുന്നതിനെ പറ്റി പറയുകയാണ്. പഴയ ഉടമ്പടിയിൽ ഇടയന്മാർ ആടുകളെ വേണ്ടത് മണ്ണില് സംരക്ഷിച്ചില്ല, പരിചരിച്ചില്ല എന്നെല്ലാം കർത്താവ് അപരാധിപ്പെടുന്ന ഭാഗം ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇനി 36-ന്റെ എസെക്കിയേൽ 36-ന്റെ 24-28 വാക്യങ്ങളിൽ പുതിയ ഉടമ്പടിയെ പറ്റിയുള്ള ആശയം കർത്താവ് പറയുന്നുണ്ട്. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്ന ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ദൈവജനത്തിന് മോചനവും രക്ഷയും പ്രദാനം ചെയ്യുന്ന ഒരു നവീന രാജാവിനെ ദൈവം ഉയർത്തും എന്ന പ്രതീക്ഷ ഇസ്രായേലിൽ ഈ കാലഘട്ടത്തിൽ ഉടലെടുക്കുന്നതായി നമുക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കും. ഇസ്രായേലിന് അല്ലെങ്കിൽ ദൈവജനത്തിന് വിമോചനവും രക്ഷയും പ്രദാനം ചെയ്യുന്ന ഒരു പുതിയ രാജാവ്,
ആ ആശയം എസെക്കിയേൽ പ്രവാചന പുസ്തകം 34 23 മുതൽ 25 വരെ നമുക്ക് വായിക്കാൻ സാധിക്കും. 34 എസെക്കിയേൽ 34 23 മുതൽ 25 വരെ. ഞാൻ അവർക്ക് ഒരു ഇടയനെ എന്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ മേയ്ക്കും. അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എന്റെ ദാസനായ ദാവീദ് അവളുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. ജെറമ്യ പ്രവാചന പുസ്തകത്തില് 23-ാം അധ്യായത്തിൽ 23-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ ഈ പുതിയ രാജാവിനെ പറ്റി ഉള്ള ആശയം പറയുന്നുണ്ട്. 5-6 ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു, കർത്താവ് അരുളിച്ചെയ്തു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും നടപ്പാക്കും. അപ്പൊ ദാവീദിന്റെ പുത്രനായ മിശിഹായെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഈ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിലാണ് പൂർത്തിയായതെന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാലഘട്ടം മുതൽ മിശിഹ എന്ന ആശയത്തെ പറ്റി അവർക്ക് വ്യക്തമായ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കർത്താവിന്റെ വെളിപാട് പടിയായിട്ടാണ്, ഒറ്റയടിക്ക് അല്ല, വളരെ പതുക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം വന്നത്. അപ്പോൾ മിശിഹായെ പറ്റിയുള്ള പല കാഴ്ചപ്പാട്, പല ചിന്തകൾ നമ്മൾ പങ്കുവച്ചു. അതിലൊരു പ്രധാന ചിന്ത ഇത് തന്നെയാണ്. ഇസ്രായേൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ വാഴ്ച, മിശിഹ വരുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ വാഴ്ച നടപ്പിലാകും. ദൈവത്തിന്റെ യഥാർത്ഥ ഭരണത്തിന് കീഴിലായി മനുഷ്യകുലം തീരും. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, അതെല്ലാം നമുക്ക് വായിക്കാൻ സമയമില്ല. ദാനിയേലിന്റെ പുസ്തകം 7-9 മുതൽ 10 വരെയും, ദാനിയേൽ പുസ്തകത്തെ 12-ാം അധ്യായത്തിന്റെ 2 മുതൽ 3 വരെയും ഈ ഭാഗത്ത് പ്രത്യേകം പറയുന്നത് ഈ പുതിയ ഉടമ്പടി സ്ഥാപിതമാകുന്നത് ഇസ്രായേലിന് നൽകപ്പെടുന്ന പുതിയ രാജാവിലൂടെ ആയിരിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് അതിന്റെ കൾമിനേഷൻ, അതിന്റെ യഥാർത്ഥ പൂർത്തിയായി എത്തുന്നത് നിത്യതയിലായിരിക്കും, ഭാവിയിലായിരിക്കും എന്ന സൂചന പറയുന്നുണ്ട്. അപ്പൊ ഈശോയിൽ ആണ് മിശിഹായെ പറ്റി ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ഭരണം മിശിഹായിലൂടെ യാഥാർത്ഥ്യമാകും എന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ ആ പ്രതീക്ഷ ഈശോയിൽ തന്നെ ആണ് യാഥാർത്ഥ്യമായത്. അതുകൊണ്ടാണ് ഈശോയുടെ പ്രബോധനങ്ങളുടെ എല്ലാം പ്രമേയം ദൈവരാജ്യം മാത്രമായിരുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ഉപമകൾ. നമുക്കറിയാലോ, ഈശോയുടെ പ്രബോധനങ്ങളുടെ ഏറ്റവും ഹൃദ്യമായ ഒരു രൂപമാണ് ഈശോ പഠിപ്പിച്ച ഉപമകൾ. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഉദാഹരണം, വിതക്കാരന്റെ ഉപമ. വിതക്കാരന്റെ ഉപമ മത്തായിയുടെ സുവിശേഷം 13-1 മുതൽ 23 വരെയാണുള്ളത്. എന്താ അവിടെ പറയുന്നത്? ആ ഉപമ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ എന്താ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്? ദൈവരാജ്യം യേശുവിന്റെ പ്രഘോഷണ ശുശ്രൂഷയിൽ സന്നിഹിതമാണെന്ന്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിത്ത് വിതച്ചത് യേശുവിന്റെ സുവിശേഷ പ്രഘോഷണമാണ്. അപ്പൊ ദൈവരാജ്യം സമാഗതമായ യേശുവിൽ എന്ന് പറഞ്ഞ ആശയം ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തതയിൽ പറയുകയാണ്. യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവരുടെ ഇടയിൽ ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കപ്പെട്ടു, ദൈവരാജ്യം സമാഗതമായി. മറ്റൊരു ഉപമയാണ് തനിയെ വളരുന്ന വിത്തിന്റെ ഉപമ. അവിടെ കൃഷിക്കാരൻ ഒന്നും ചെയ്യുന്നില്ല, വിത്ത് തനിയെ വളരുന്നതായിട്ടാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണത്. ചെറിയ ഉപമയായി നമുക്കൊന്നും വായിച്ചു നോക്കാം.
മർക്കോസ് 4:26 മുതൽ 29 വരെയാണ്. അത് വിത്തിന്റെ ഉപമ എന്നാണ് ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തനിയെ വളരുന്ന വിത്തിന്റെ ഉപമ എന്നാണ് എഴുതേണ്ടിയിരുന്നത് എളുപ്പത്തിൽ. ഇങ്ങനെ വായിക്കുകയാണ്. യേശു പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ നിലത്ത് വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവനെ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യമില, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി സ്വയമേവ ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ ഉടനെ അവൻ അരിവാൾ വയ്ക്കുന്നു, എന്നാൽ കൊയ്ത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ വളരെ ചെറിയ ഉമ്മയിലൂടെ ഈശോ എന്താ പറയുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു മാനുഷിക ഉദ്യമമല്ല, അത് ദൈവത്തിന്റെ സൗജന്യദാനമാണ്. അത് മനുഷ്യ ഹൃദയങ്ങളിൽ സ്വയമേ പ്രവർത്തിച്ചുകൊണ്ട് നിത്യതയിൽ സംഭവിക്കാനിരിക്കുന്ന അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അത് എല്ലാ മനുഷ്യരെയും നയിക്കുന്നു. വീണ്ടും കളകളുടെ ഓമ നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 36 മുതൽ 43 വരെ വാക്യങ്ങളാണ്. അത് മറക്കാൻ സാധ്യതയില്ലാത്തൊരു ഉപമയാണ്. വിത്ത് വിതച്ചിട്ട് ആരോ കൊണ്ടുവന്ന് കളകൾ ഇടയ്ക്ക് വിതച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വന്ന വേറൊരു ഉപമയാണ് മത്തായി 13-ന്റെ 47 മുതൽ 50 വരെയുള്ള ഭാഗത്ത് എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ കടലിലേക്ക് എറിഞ്ഞ വലയുടെ ഉപമ. അപ്പൊ ഈ കളകളുടെ ഉപമ നമുക്കറിയാം. കളകളുടെ ഉപമയിൽ നല്ല വിത്തുമുണ്ട്, കളകളുമുണ്ട്. അതുപോലെ പിടിച്ച എറിഞ്ഞ വലയിൽ കയറിയ മത്സ്യങ്ങൾ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. എന്താ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം? ദൈവത്തിന്റെ രക്ഷ ഇപ്പോൾ തന്നെ സജീവമായി സന്നിഹിതമാണ്. ദൈവത്തിന്റെ മക്കളോടൊപ്പം ദുഷ്ടന്റെ സന്തതികളും ഉണ്ട്. തിന്മയുടെ ശക്തികൾ അവസാനമേ നശിപ്പിക്കപ്പെടുകയുള്ളൂ. ദൈവ ഭരണത്തിന് വഴങ്ങുന്നവർ ആകട്ടെ നിത്യകാലം ദൈവത്തോടൊത്ത് വാഴും. ഈ നിധിയുടെ ഉപമയുടെയും രത്നത്തിന്റെ ഉപമ വളരെ ചെറുതാണത്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 44 മുതൽ 46 വരെ നമുക്ക് നന്നായിട്ട് ഓർമ്മയുള്ളത് ഒരു ഉപമയാണ്. എങ്കിലൊന്ന് വായിക്കാം. മത്തായി 13:44 മുതൽ 46 വരെ. സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്ന മനുഷ്യൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ദൈവരാജ്യത്തിന്റെ പരമോന്നതവും കേവലവുമായ മൂല്യം ഈ ഉപമയിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗസഹിച്ചും സ്വന്തമാക്കണം എന്ന് നമുക്കറിയാം. ഈ രത്നവും ഈ നിധിയും ഈശോ തന്നെയാണ്. തന്നിൽ സമാഗതമായ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയെത്തുന്നത് നിശ്ചയമായും ഭാവിയിലാണ്. തന്നിൽ അത് സമാഗതമായി ആരംഭിച്ചു, പക്ഷെ അത് ഭാവിയെ അത് പൂർത്തിയാകുകയുള്ളൂ എന്ന് ഈശോയും സ്പഷ്ടമായി പഠിക്കും. നമുക്ക് പഴയ നിയമത്തിൽ അതിന്റെ സൂചന നേരത്തെ ഓർമ്മിക്കുമല്ലോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും ഈ ദൈവരാജ്യം ഭാവിയിലെ പൂർത്തിയാകുകയുള്ളൂ എന്നൊരു ആശയം പഴയ നിയമജനതയ്ക്കും ഉണ്ടായിരുന്നു. അത് ഈശോ എടുത്തു പറയുന്നുണ്ട്. തന്നിൽ ദൈവരാജ്യം സമാരംഭിച്ചു എന്ന് പറയുന്ന ഒപ്പം ഈശോ പറയുകയാണ് അത് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് ഭാവിയിലായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 9:1 അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ, അത് അന്ത്യത്താഴത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടെയും കർത്താവ് ഈ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് പിന്നീടാണ്, ഇപ്പോഴല്ല എന്ന് പറയുന്നുണ്ട്. 22-ാം അധ്യായം ലൂക്ക 22-ന്റെ 18 പിന്നെ അവൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുസ്തകന്മാരോട് പറയാം, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യാം. അപ്പോൾ
ദൈവരാജ്യം സമാഗതമായി എന്ന് പറഞ്ഞ ഈശോയുടെ നാവുകൊണ്ട് തന്നെ പറയാണ് ദൈവരാജ്യം വരുന്നവര്. എന്താ അർത്ഥം? ദൈവരാജ്യം വന്നു, പക്ഷെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ വന്നിട്ടില്ല. അത് സ്വർഗത്തിലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആശയം ദൈവരാജ്യം യേശുവിൽ ശരിക്കും പൂർത്തിയായി. ഇത് ഒരേ ആശയം തന്നെ കുറച്ച് ആവർത്തനം തോന്നിയേക്കാമെങ്കിലും ഇത് വീണ്ടും വീണ്ടും നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലുറക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് യേശുവിൽ ദൈവരാജ്യം പൂർത്തിയായത്? യേശുവിന്റെ പ്രഘോഷണത്തിലൂടെയും യേശു പ്രവർത്തിച്ച അടയാളങ്ങളിലൂടെയും. ബൈബിളിൽ നമുക്കറിയാമോ, ഈശോയുടെ മിറക്കിൾസിനെ, അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായിട്ടാണ് ഈശോ ചെയ്ത അത്ഭുതങ്ങളെ കാണേണ്ടത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. മത്തായി 12:28. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാൻ പറ്റും, ഓർമ്മിക്കുന്നുണ്ടാകും. യേശു ഒരു പിശാച് ബാധിതനെ സ്വതന്ത്രനാക്കി. ഉടനെ അത് കണ്ട് അസൂയപ്പെട്ട അവിടുത്തെ നേതാക്കന്മാര് പറയുകയാണ്, ബെൽസെബൂലിനെ കൊണ്ടാണ് നീ പിശാചിനെ പുറത്താകും. ബെൽസെബൂൽ പിശാചിന്റെ തലവനാണ് എന്ന് പറഞ്ഞാൽ ദുരാരോപണം നടത്തുമ്പോൾ ഈശോ കൊടുത്ത മറുപടി മത്തായി 12:28 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 27 ഇങ്ങനെയാണ്, ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കൾ ആയിരിക്കും. എന്നാൽ 28-ാം വാക്യം, അതാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 17:20-21 വാക്യങ്ങൾ. ലൂക്ക 17:20-21 വാക്യങ്ങൾ. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് യേശു മറുപടി പറഞ്ഞു, ബാഹ്യമായി കാണത്തക്ക വിധമല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, ഇതാ അവിടെ എന്നാരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഈശോ വ്യക്തമാക്കുന്നത്? ഈശോ തന്നെയാണ് ദൈവരാജ്യം, അല്ലെങ്കിൽ ഈശോയിലാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പൊ ഈ ദൈവരാജ്യവും യേശുവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. പഴയ നിയമ ജനത ദൈവരാജ്യം വരാൻ കാത്തിരുന്നു, പക്ഷെ അത് ഈശോയിലേ വരികയുള്ളൂ. ഈശോയും ദൈവരാജ്യവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഈശോ ഇല്ലെങ്കിൽ ദൈവരാജ്യമില്ല. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തെ ഈ അപ്പസ്തോലന്മാർ, പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം, അതാണല്ലോ അപ്പസ്തോലന്മാരുടെ കാലം. 3 കാലഘട്ടമാണ്: പഴയ നിയമം, വെളിപാടുകളുടെ അപൂർണ കാലഘട്ടം, പിന്നെ ഈശോയുടെ കാലഘട്ടം. ഈശോയുടെ കാലഘട്ടത്തിലും ഈശോ എല്ലാം വെളിപ്പെടുത്തിയില്ല. ഈശോ അത് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇനിയും നിങ്ങളോട് എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്കാവതില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈശോ പഠിപ്പിച്ച പലതിന്റെയും പൂർണ്ണ വ്യാഖ്യാനം അപ്പോസ്തലന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കിട്ടുമ്പോൾ. കാരണം പരിശുദ്ധാത്മാവ് വന്ന ശേഷം ആത്മാവ് നിറഞ്ഞ അവർക്ക് കൂടുതൽ പ്രകാശം, വെളിച്ചം കിട്ടി. അവർ പ്രഘോഷിച്ചപ്പോൾ. അതുകൊണ്ടാണ് ഈ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ വെളിപാട് സ്വീകരിച്ചിരിക്കുകയാണ് സഭ. അപ്പോൾ അതുകൊണ്ടാണ് ഈ അപ്പോസ്തലന്മാർ ഈ ദൈവരാജ്യത്തെ യേശുവിന്റെ രാജ്യം എന്ന് വിളിക്കുന്നത്. ഇത് വളരെ മനോഹരമായ, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപാടാണ്. ഈ ദൈവരാജ്യത്തെ അപ്പോസ്തലന്മാർ വിളിക്കുന്ന ഒരു പേരാണ് യേശുവിന്റെ രാജ്യം. എന്താ അതിന്റെ സൂചിപ്പിക്കുന്നത്? ദൈവരാജ്യവും യേശുവും തമ്മിൽ വേദനിക്കാനാവാത്ത ബന്ധമുണ്ട്. ദൈവരാജ്യം യേശുവിലെ സംഭവിക്കുകയുള്ളൂ. യേശു തന്നെയാണ് ദൈവരാജ്യം. എഫേസുസ്കാർക്കുള്ള ലേഖനം, എഫേസുസിന്റെ ലേഖനം അധ്യായം 5 വാക്യം 5 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എഫേസുസ് 5:5. കാരണം ഒരു വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും, അതായത് വിഗ്രഹാരാധകനും, ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശം ഉണ്ടായിരിക്കുകയില്ലെന്ന് നിശ്ചയമായും അറിഞ്ഞുകൊള്ളുവിൻ.
അപ്പൊ അവിടെ ഒരു എക്വേഷൻ ഉണ്ട്. ദൈവത്തിന്റെ രാജ്യവും ക്രിസ്തുവിന്റെ രാജ്യവും ഒന്ന് തന്നെ. വീണ്ടും പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നമ്മുടെ കർത്താവും വിമോചകനുമായ യേശു ക്രിസ്തുവിന്റെ നിത്യമായ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സുഗമമായ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. അവിടെ ദൈവരാജ്യത്തെ എന്ന വാക്ക് ഉപയോഗിക്കുന്ന പകരം പത്രോസ്ലീഹ ഉപയോഗിച്ച വാക്കാണ് യേശു ക്രിസ്തുവിന്റെ രാജ്യം. അപ്പൊ ദൈവരാജ്യം യേശുവിലാണ് യഥാർത്ഥമായത്. യേശു ദൈവരാജ്യം തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ആശയം ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകളെ പറ്റിയാണ്. അപ്പോൾ ദൈവരാജ്യം നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമ ജനത രാവും പോലെ സ്വപ്നം കാത്തിരുന്നു, മിശിഹായെ കാത്തിരുന്നത് പോലെ ദൈവരാജ്യം സമാഗതമാകും. അത് മിശിഹായിലാണ് സമാഗതമാകും എന്നത് ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ദൈവരാജ്യത്തെ പറ്റി ആധികാരികമായ അതിൽ പ്രവേശിക്കേണ്ട വ്യവസ്ഥകൾ ആര് പഠിപ്പിക്കും? യേശു ക്രിസ്തുവിൽ മാത്രമാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമായത് എന്നതിന്റെ പേരിൽ യേശുവിനെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വ്യവസ്ഥകൾ ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് 2 സ്ഥലത്താണ്. ഒന്ന്, നമ്മൾ ആദ്യം വായിച്ച യേശുവിന്റെ ആദ്യത്തെ പ്രഭാഷണ സമയത്ത്. ഇവിടെ എന്താ പറയുന്നത്? സമയം പൂർത്തിയായി. മർക്കോസ് 1:15 സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും. ഇപ്പൊ ദൈവരാജ്യത്ത് പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ മാനസാന്തരപ്പെടലാണ്. അതേപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന വാക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഈ മാനസാന്തരത്തിന്റെ ചില തലങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒഴിച്ചു നോക്കാം. ലൂക്കാസ് സുവിശേഷത്തിന്റെ 12-ാം അധ്യായം. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31, 34 വാക്യങ്ങളാണ്. 31 മുതൽ 34 വാക്യങ്ങളാണ്. അതിപ്രകാരമാണ്. ലൂക്ക 12 ദൈവരുവാനുള്ള ആശ്രയത്തെ പറ്റിയുള്ള ഭാഗമാണ്. ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. 31-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ, കീറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ. സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും അവിടെ കള്ളനെടുക്കുകയോ ചെതെടുക്കുകയോ ഇല്ല. കാരണം നിങ്ങൾ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. നമുക്ക് പരിചയമുള്ള ടെക്സ്റ്റാണല്ലോ. എന്താ അവിടെ പറയാൻ ശ്രമിക്കുന്നത്? മാനസാന്തരം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്താണ് മാനസാന്തരം? പൂർണ്ണ ശരണം ദൈവത്തിൽ വെക്കലാണ്. ഈ ദൈവത്തിൽ പൂർണ്ണ ശരണം വെക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? തന്റെ സേഫ്റ്റിക്ക് വേണ്ടി, സുരക്ഷിതത്തിന് വേണ്ടി ഒന്നും കരുതി വെക്കുകയില്ല. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയും അപ്പനും കൂടെ പുറത്തു പോകുമ്പോൾ ആ കൊച്ചുകുട്ടി $10 എടുത്ത് പോക്കറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൻ കൂടെ ഉള്ളിടത്തോളം കാലം എല്ലാ അപ്പം നോക്കിക്കോളും. ഒരു ഉദാഹരണം. അപ്പോൾ ദൈവം മാനസാന്തരം എന്ന് പറയുന്നത് പാപോപേക്ഷിക്കൽ മാത്രമാണ് നാം തിരിച്ചു വെച്ചിട്ടുണ്ട്. പാപോപേക്ഷിക്കൽ തീർച്ചയായിട്ടും വേണം, പക്ഷെ അതുകൊണ്ട് മാനസാന്തരം ആകുന്നില്ല. മാനസാന്തരത്തിന്റെ ഒരു തലം ഇതാണ്: ദൈവത്തിൽ മാത്രം പൂർണ്ണ ശരണം വയ്ക്കുന്ന അവസ്ഥയിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾ താങ്ങായി കരുതുന്നതെല്ലാം തള്ളിക്കളയാൻ നമുക്ക് പറ്റും. മറ്റൊന്ന് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. എന്താ അവിടെ പറയുന്നത്? ഒരു ശിശുവിന്റെ ഹൃദയ വിശുദ്ധി എന്തുമാത്രമുണ്ട്. ഒരു ശിശുവിന്റെ നൈർമല്യം, നിഷ്കളങ്കത, പരിശുദ്ധി, ആ പരിശുദ്ധി വരെ മാനസാന്തരപ്പെടണം. ആ പരിശുദ്ധിയിൽ എത്തുന്നവരെ മാനസാന്തരപ്പെടണം. എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു വ്യവസ്ഥ, ഇത് മാനസാന്തരം തന്നെ ഒറ്റ പോയിന്റാണ് കേട്ടോ. മാനസാന്തരത്തിന്റെ വിവിധ തലങ്ങൾ പറയുകയാണ്. ലൂക്കാ സുവിശേഷം 18:29. ലൂക്ക
18:29. അത് നമുക്കറിയാം, കർത്താവ് തന്റെ ശിഷ്യനാകുന്നവർക്ക് കൊടുക്കുന്ന വ്യവസ്ഥയാണ്. അതാണ് യേശു ധനികനായ യുവാവിന്റെ അല്ലെങ്കിൽ ധനികനായ അധികാരിയുടെ കാര്യമാണ് പറയുന്നത്. 29-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല, വരാനിരിക്കുന്ന കാലത്ത് എത്തിച്ചേരും. അവിടെ എന്താ ഈശോ പറയുന്നത്? ദൈവരാജ്യം അവകാശപ്പെടാനുള്ള മാനസാന്തരത്തിന് വേറൊരു തലം പറയുകയാണ്. എന്താണ് അത്? സ്വന്തം വീടും വ്യക്തിബന്ധങ്ങളും വസ്തുവകകളും ദൈവത്തെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ. മാനസാന്തരത്തിന്റെ ഓരോ ഉയർന്ന ലെവലിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇനി ഈശോ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിന്റെ നീതിയെ പറ്റി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:20 അതായത് സ്റ്റാൻഡേർഡ്, അതാണ് നീതി, അളവുകോൽ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള മാനസാന്തരത്തിന്റെ അളവുകോൽ എന്താണ്? അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? അതിങ്ങനെയാണ് പറയുന്നത്. മത്തായി 5:20 പറയുന്നത്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ നീതി, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരീശരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാനസാന്തരത്തിന്റെ ആഴമേറിയ ഒരു കാഴ്ചപ്പാടാണ്. എന്താണത്? ഫരിസേയരും നിയമജ്ഞരും ആരായിരുന്നു? യഹൂദരിൽ ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെന്നാണ് ഫരിസേയരെ പറ്റിയുള്ള ഒരു ധാരണ. ഫരിസേയർ, നമ്മുടെ നാട്ടിൽ പണ്ട് 3-4 തരം ജാതി ഉണ്ടായിരുന്നു. ബ്രാഹ്മണർ എന്ന് പറയുന്നവരാ ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. ഏതാണ്ട് ആ റാങ്കിലുള്ളവരാണ് ഫരിസേയർ, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. അതുപോലെ നിയമജ്ഞർ എന്ന് പറയുന്നത് വിശുദ്ധ വചനങ്ങളിൽ പ്രാവീണ്യം നേടിയവർ, ദൈവത്തിന്റെ വചനം ആഴത്തിൽ പഠിച്ച് അത് പഠിപ്പിക്കുന്നവർ. കർത്താവ് ഈശോ പറയുകയാണ്, അവരുടെ നീതിയെ കവിഞ്ഞു നിൽക്കാത്ത നീതി ഉള്ളവർ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത്. അത് എന്താണെന്ന് വീണ്ടും നമുക്ക് ഒന്നുകൂടെ അൺപാക്ക് ചെയ്യാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 7:21 മത്തായി 7:21 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. മത്തായി 7:21, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പം മാനസാന്തരത്തിന്റെ ഒരു മേഖല കൂടെ എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം അതേപടി നിറവേറ്റുന്ന അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ് സമ്പത്തുളവാക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ ധനികനായ യുവാവിന്റെ ദൈവവചന ഭാഗം തന്നെയാണ്. അതിന്റെ ആശയം ഇതാണ്: സമ്പത്തുണ്ടാക്കുന്ന തടസ്സങ്ങൾ മറികടക്കാനുള്ള സന്നദ്ധത. മാനസാന്തരത്തിന് ഒരു നിർവചനം അല്ലെങ്കിൽ വിശദീകരണം ഈശോ കൊടുക്കുകയാണ് അവിടെ. മർക്കോസിന്റെ സുവിശേഷം 10:23-24 നേരത്തെ വായിച്ച ധനികനും ദൈവരാജ്യം ഹെഡിങ് പോലും അങ്ങനെയാണ്. ധനികനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ സമ്പത്ത് ഉളവാക്കുന്ന തടസ്സങ്ങൾ, സമ്പത്ത് ഉപേക്ഷിക്കുന്ന ഒറ്റവാക്കി പറയാൻ അർത്ഥം. ഇനി നമ്മൾ ദൈവരാജ്യത്തിന്റെ കണ്ടീഷൻസ് പറയുമ്പോൾ നമുക്ക് ഇനി അല്പസമയമുള്ളൂ, പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. ഈ സുവിശേഷ ഭാഗ്യങ്ങൾ, അതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. എന്താ ഞാൻ ഓർത്തത്, ഞാൻ ഇംഗ്ലീഷ് പള്ളിയിൽ കുറച്ച് ആദ്യകാലത്ത് ചെയ്യുമ്പോൾ, സുവിശേഷം എഴുതുമ്പോൾ, ഒരു സാഹിബ് സംസാരിക്കാൻ വരുമ്പോൾ വരുന്നത് ഈ പുതിയ നിയമ പുസ്തകത്തിന്റെ മലയാള പുസ്തകം തുറന്നു പിടിച്ചുകൊണ്ടാണ്. മുഖാമുഖമുള്ള സംസാരമാണ്. മലയാള പുസ്തകം എടുത്ത് വായിക്കും അദ്ദേഹം. എന്നിട്ട് അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അന്നത്തെ സംസാരം മുഴുവൻ അതേപ്പറ്റി ആയിരിക്കും, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് എങ്ങനെ ഞാൻ പാലിച്ചു, അതിലെനിക്ക് എന്തെല്ലാം അപേക്ഷിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ മാനസാന്തരപ്പെടാനുള്ള ഒരു മുഖക്കണ്ണാടിയാണ്. അവിടെ എന്താണ് പറയുന്നത്? ആദ്യം പറയുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്താണ് അതിന്റെ അർത്ഥം? മാനസാന്തരത്തിന്റെ മേഖലയാണ്.
തങ്ങളുടെ സമ്പത്തിലും കഴിവിലും സുരക്ഷിതത്വം കണ്ടെത്താതെ ദൈവത്തിന്റെ കരുണയിൽ മാത്രം ആശ്രയിക്കുന്നവരുടെ പേരാണ് ആത്മാവിൽ ദരിദ്രർ. എല്ലാ മനുഷ്യന്റെയും സഹജവാസന എന്താ? സേഫ്റ്റി, സെക്യൂരിറ്റി, സ്വന്തം സമ്പത്തിലും സ്വന്തം കഴിവിലും കണ്ടെത്തുക എന്നുള്ളത്. അവരെ ബൈബിൾ ആത്മാവിൽ ദരിദ്രർ എന്ന് വിളിക്കുകയില്ല. ആത്മാവിൽ ദരിദ്രർ ആരാണ്? സമ്പത്തും ഉണ്ടായേക്കാം, അത് തെറ്റൊന്നുമില്ല, കഴിവുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ സെക്യൂരിറ്റി കണ്ടെത്തുന്നില്ല. ദൈവത്തിന്റെ കരുണയിലെ സെക്യൂരിറ്റി സുരക്ഷിതത്വം കണ്ടെത്തുന്നു. അത് മാനസാന്തരത്തിന്റെ മേഖലയാണ്. ദൈവരാജ്യ പ്രവേശനമുള്ള ഒരു കണ്ടീഷനാണത്. മറ്റൊന്ന്, വിലപിക്കുന്നവർ ഭാഗ്യവാൻ. ആരാണ് ഈ വിലപിക്കുന്നവർ? ജീവിതകാലം മുഴുവനും കഴിഞ്ഞകാല പാപങ്ങളെ പറ്റി കരയുന്നവർ, അതുപോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി ക്ലേശവും കഷ്ടപ്പാട് സഹിക്കുന്നവർ, അവരെയാണ് വിലപിക്കുന്നവർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ ജീവിതം നമ്മളുടെയും മറ്റുള്ളവരുടെയും പാപത്തെ പറ്റി വിലപിക്കാനുള്ള സമയം, അതുപോലെ വിശ്വാസത്തിന് വേണ്ടി ക്ലേശങ്ങളും കഷ്ടപ്പാടും ഏറ്റെടുക്കാനുള്ള സന്ദർഭങ്ങളാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരത്തിലാണ്, ദൈവരാജ്യത്തിൽ നമുക്ക് അവകാശം ഉണ്ടാകും. മൂന്നാമത്തെ അഷ്ടഭാഗ്യം ശാന്തശീലർ ഭാഗ്യവാന്മാർ. ആരാണ് ശാന്തശീലർ? ലോകദൃഷ്ടിയ നിസ്സാരരും ശക്തിഹീനരുമായി തോന്നിയേക്കാമെങ്കിലും ദുരിതങ്ങളുടെ നടുവിൽ പ്രകോപിതരോ നിരാശരോ ആകാത്തവരാണ് അവർ. എന്ത് പ്രകോപനം വന്നാലും എന്ത് ദുരിതം വന്നാലും അവര് നിരാശരാകുകയില്ല. അവരെ വിളിക്കുന്ന പേരാണ് ശാന്തശീലർ. നാലാമത്തെ അഷ്ടഭാഗ്യം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ. ആരാണ് അവര്? സ്വന്തം ഇഷ്ടം പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവ ഇഷ്ടത്തിന് ജീവിതം വിട്ടുകൊടുക്കുന്നവർ. അതുപോലെ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുന്നത് ആഹാരമായി കണക്കാക്കുന്നവർ. ഈശോ തന്നെ പറഞ്ഞു, എനിക്ക് വേറെ ഭക്ഷണമുണ്ട്. എന്താണ് ഈശോയുടെ ഭക്ഷണം? ദൈവരാജ്യവും ദൈവനീതി അന്വേഷിക്കലായിരുന്നു. അപ്പൊ അതാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ച് ദൈവ ഇഷ്ടം ജീവിത ലക്ഷ്യമാക്കുന്നവരും ദൈവരാജ്യവും ദൈവനീതി അന്വേഷിക്കുന്നത് ആഹാരമായി കണക്കാക്കുന്നവർ. അഞ്ചാമത്തെ അഷ്ടഭാഗ്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അതായത് സ്വർഗസ്ഥനായ പിതാവ് എന്നോട് കാണിക്കുന്ന കരുണയുടെ തോതനുസരിച്ച് എനിക്കെതിരെ തെറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ കരുണ കാണിക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് ഈ പേര് കിട്ടും, കരുണയുള്ളവൻ. അടുത്തത് ഹൃദയവിശുദ്ധിയുള്ളവർ. ആരാണ് ഹൃദയവിശുദ്ധിയുള്ളവർ? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2518 അതിന് വിശദീകരണം തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ബുദ്ധിയും മനസ്സും ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുത്തുന്നവർ. ബുദ്ധിയും മനസ്സും ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ വേറെ വാക്ക് പറഞ്ഞാൽ നിസ്വാർത്ഥമായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ, അവരാണ് ഹൃദയശുദ്ധിയുള്ളവർ. വീണ്ടും സമാധാന സ്ഥാപകർ. ആരാണ് അവര്? എല്ലാവരുമായി സമാധാനത്തിൽ കഴിയാൻ കഴിയുന്നത്ര പരിശ്രമിക്കുന്നവരും സുവിശേഷം പങ്കുവെച്ച് മറ്റുള്ളവരെ ദൈവവുമായി ഐക്യത്തിൽ, അനുരഞ്ജനത്തിൽ, സമാധാനത്തിൽ എത്തിക്കുന്നവർ. സമാധാനം എന്ന് പറയുന്നത് അനുരഞ്ജനത്തിന്റെ ഫലമാണല്ലോ. സുവിശേഷം പങ്കുവെച്ച് ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നവർ, അവരെ സമാധാന സ്ഥാപകരാണവർ. വീണ്ടും നീതിക്ക് വേണ്ടി പീഡയേൽക്കുന്നവർ. അതായത് ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ മൂല്യങ്ങൾക്കും പരസ്യമായി സാക്ഷ്യം വഹിക്കുന്ന ജീവിതം. അപ്പോൾ എന്തുണ്ടാകും? പീഡനം ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും, കുറ്റപ്പെടുത്തലുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ മൂല്യങ്ങൾക്കും പരസ്യമായി സാക്ഷി നൽകുന്ന വിധം ജീവിക്കുന്നതിനാൽ ദുരാരോപണങ്ങളും അവമാനവും പീഡകളും കേൾക്കേണ്ടി വരുന്നവർ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ പറയാൻ അധികാരമുള്ള, അറിവുള്ള ഒരേ ഒരാൾ ഈശോ. കാരണം ദൈവരാജ്യം ഈശോയിലാണ് സമാഗതമായത്. ദൈവരാജ്യം ഈശോയിൽ സമാഗതമായതിനാൽ ഈ നസ്രത്തുകാരനായ ഈശോ തന്നെയാണ് ഇസ്രായേൽ ജനം കാത്തിരുന്ന
മിശിഹ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ദൈവരാജ്യം, ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ പേരാണ് തിരുസഭ. നമ്മൾ പറഞ്ഞല്ലോ, ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിൽ വരാൻ പോകുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ്. പക്ഷേ ദൈവരാജ്യം ഇന്ന് നമുക്ക് ദൃശ്യമാകുന്നത് ഇടമാണ് തിരുസഭ. അതെന്താണ്? കൊളോസസ് ലേഖനം 1:13 തിരുസഭ എന്താണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ച് തന്റെ പ്രിയപുത്രൻ രാജ്യത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ചെറിയ സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയാണ് സഭ. അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് അവിടെ ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട സമൂഹത്തിന്റെ പേരാണ് സഭ. അതുപോലെ ഗലാത്യ 5:21 വാക്യങ്ങൾ, അതായത് ദൈവരാജ്യം നഷ്ടപ്പെടുത്തുന്ന ജഡത്തിന്റെ വ്യാപാരങ്ങൾ ബോധപൂർവം വലിച്ചെറിഞ്ഞ് അതിനെ എതിർത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഭ. അപ്പൊ ചുരുക്കത്തിൽ ലൂക്ക 10:9 പറയുന്ന അനുസരിച്ച് സഭ എന്ന് പറയുന്നത്, സഭ നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുസഭയിലെ അംഗങ്ങളായിരിക്കും നമുക്ക് ആ ദൈവരാജ്യം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കാനുള്ള സാധ്യത കൈവന്നിരിക്കുകയാണ്. അപ്പൊ സഭ എന്താണ്? ക്രിസ്തുനാഥന്റെ ദൈവരാജ്യം ആരെല്ലാം സമാഗതമായത്? ക്രിസ്തുവിൽ. ക്രിസ്തുനാഥന്റെ സന്ദേശം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. ക്രിസ്തുനാഥന്റെ സന്ദേശം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവരുടെ കൂട്ടായ്മ, അതാണ് നമ്മുടെ സഭ, അതാണ് ഇടവക എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇന്നത്തെ ചിന്ത നമ്മളിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ദൈവജനത്തിന്റെ വിമോചകനും രക്ഷകനും എന്നുള്ള മിശിഹായെ പറ്റിയുള്ള പഴയ നിയമസങ്കല്പം ഇതായിരുന്നു. മിശിഹ ആരാണ്? ദൈവജനത്തിന്റെ വിമോചകൻ, രക്ഷകൻ. ആ സങ്കല്പം നസ്രായനായ ഈശോയിലാണ് പൂർണ്ണമായി പൂർത്തിയായത്. അത് വരാനിരിക്കുന്ന രാജ്യത്തിൽ അതിന്റെ പൂർണ്ണ മഹിമയിൽ അത് സമാഗതമാകും എന്ന് നമ്മൾ കാണാൻ ശ്രമിച്ചു. നമുക്ക് ദൈവത്തിന് സ്തുതി. നമുക്ക് സമാപന പ്രാർത്ഥന അർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് എത്രമാത്രം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അങ്ങ് പഴയ നിയമത്തില് ജനതകളിലൂടെ, പ്രവാചകരിലൂടെ, അതുപോലെ അവസാനം മിശിഹായിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും സഭയിലൂടെയും ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെയും ഞങ്ങളെ ദൈവരാജ്യത്തിലേക്ക് ആനയിച്ച എല്ലാവരിലൂടെയും അങ്ങ് ഞങ്ങളെ എത്രമാത്രം സഹായിച്ചു, രക്ഷിച്ചു. നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങൾ ഒരു കാലത്തും ദൈവരാജ്യം നഷ്ടപ്പെടുത്തരുത് എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവെ ദൈവരാജ്യത്തിൽ അവകാശികളാകത്തക്ക വിധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, സുവിശേഷ മൂല്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.